നമസ്കാരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. കേരളത്തിലും കർണാടകത്തിലുമൊക്കെ ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളിലും അത് സിറ്റി റൂറൽ ഏരിയകൾ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ RSSന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ ശാഖാ പ്രവർത്തനങ്ങൾ, അവരുടെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും വളരെ സജീവമായി നടക്കുന്നുണ്ട്. RSSന്റെ ഒരു സ്വാധീനം കൊണ്ടുകൂടിയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായി BJPക്ക് കർണാടക മാറിയതെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ BJP നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന പല അലിഗേഷൻസ്, അതേപോലെ തന്നെ BJPയിൽ ഉണ്ടായ ചില പടലപ്പിണക്കങ്ങൾ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു. അതേ തുടർന്നാണ് DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി BJPയെ അധികാരത്തിൽ നിന്ന് കർണാടകയിൽ നിഷ്കാസനം ചെയ്യാൻ കോൺഗ്രസിനായതും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആകുന്നതും. എന്നാൽ ഇപ്പോൾ സിദ്ധരാമയ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് നടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കർണാടകയിൽ RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. തമിഴ്നാട്ടിലേതുപോലെ സമാനമായ രീതിയിൽ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന കാര്യം പരിഗണനയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ കാര്യം ആവശ്യപ്പെട്ടതിന് പ്രിയങ്ക് ഖാർഗെയ്ക്ക് വധഭീഷണി വരെ ഉണ്ടായെന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ RSSകളുടെ ശാഖകൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക IT മന്ത്രി പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രിയങ്ക് ഖാർഗെയ്ക്ക് വധഭീഷണി വരെ ഉണ്ടായി എന്നും സിദ്ധരാമയ്യ പറഞ്ഞു വെക്കുന്നു. എന്തായാലും പൊതുസ്ഥലങ്ങളിൽ RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രിയങ്ക് ഖാർഗെയ്ക്ക് ഭീഷണി സന്ദേശങ്ങൾ വന്നത്. തമിഴ്നാട് മോഡൽ കർണാടക പിന്തുടരണം എന്ന് മാത്രമായിരുന്നു പ്രിയങ്ക് പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? തമിഴ്നാട്ടിലെ RSS നിരോധനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാൻ തങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിയങ്കോ ഞാനോ അത്തരം ഭീഷണികളെ ഭയപ്പെടുന്നില്ല എന്നും സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും തമിഴ്നാട്ടിൽ പൊതു ഇടങ്ങളിൽ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാർക്കുകൾ, ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്നിവയുടെ പരിസരത്ത് RSSന്റെ പ്രവർത്തനങ്ങൾ വിലക്കിയിരുന്നു. ഇതേ നിലപാട് എത്ര അധികം കർശനമായിട്ടല്ലെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം, മലബാർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ പരിസരത്ത് RSS ശാഖ കേരളത്തിലും വിലക്കിയിട്ടുണ്ട് LDF സർക്കാർ. ഈ ഒരു നിലപാട് തന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമായ കർണാടകം കൂടി സ്വാഭാവികമായും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നത് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും RSS ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.